ഗുഡ് മോർണിംഗ്. ഇന്ന് ജീച്ചൻ അടുക്കള കയറിയത് കൊണ്ട് അത് പ്രമാണിച്ച് ഞാൻ വീഡിയോ എടുക്കാന്ന് കരുതി. അയ്യോ, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കണ്ടേ? അന്നൂട്ടിക്ക് അറിയാം സത്യം അല്ലേ? അന്നറിയാം സത്യം. ഇന്നെന്താ ഇത് എവിടെ പോവാത്? രാവിലെ മഫിൻ അടിച്ച് കയറ്റുന്നു. സമയം 6:38 ആയി. നീ മനഃപൂർവ്വം താഴെയിട്ടതല്ലേ? ഞാൻ മനഃപൂർവ്വം ഇട്ടതല്ല, ഞാൻ തിളക്കാതെ വെച്ച്. അല്ലേ? നീ കണ്ടില്ല അത്? രാവിലെ കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല. ഇതെന്തോ രാവിലെ പണിയായിരുന്നു, തനതാനെ ക്ലീൻ ചെയ്തോ. രാവിലെ ചായ ഉണ്ടാക്കി തന്നതാ. ചായ ആകുമ്പോ അടുപ്പി വെച്ചിട്ട് എന്തിനോ അകത്ത് കയറിപ്പോയി. അതാ വല്ലപ്പോഴും അടുക്കളയിൽ കയറിയുള്ള പ്രശ്നം. എന്നും കയറുവാണെങ്കിൽ വല്ല പ്രയാസം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസിലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പുണ്യം കണ്ടോ? ഒരാൾ കണ്ടേ ഒരു പ്രോത്സാഹനം കിട്ടാൻ പറ്റാതെ നിഷി യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നത്. നിഷി യു ക്യാൻ ഡു ഇറ്റ്, കളിയാക്കാനല്ല പറഞ്ഞേ. ഓ, പതപ്പിച്ചൊക്കെ വെച്ച് എനിക്ക് ഒത്തിരി പതപ്പിക്കണ്ട. എനിക്ക് ഒത്തിരി പതയ്ക്കണം. പക്ഷെ ഇതൊക്കെ ജീച്ചാനങ്ങ് പിന്നെ പാലും ചായക്കാരും കൂടുതൽ പതയാക്കി തരും. അത് മിക്കവാറും ഇപ്പൊ എനിക്കിനി കൂടുതലായിരിക്കും. മതി. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്നുമുള്ള സന്തോഷം. ഇതാണ് ഒരിക്കലുമല്ല. അതാ പാത്രം അത് കഴുകിയോടെ വെച്ചിട്ട് പോയേ. എക്സ്ക്യൂസ് മീ. Excuse you? No excuse you. Sorry, bye. Daddy, bye. Sorry, bye. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസിലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ സ്കൂളുണ്ട്, ജോലിയുണ്ട്, അതിലുപരി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ ഇവിടെ എല്ലാവരും ഉണ്ട് എൻ്റെ ചുറ്റിന്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, കുറേ നാളായി വീഡിയോ എടുക്കാതിരുന്നപ്പോൾ അതായത് കുറേ നാളായി വീഡിയോ എടുക്കാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇന്നത്തെയും നാളത്തെയും കൂടി വീഡിയോ ആയിരിക്കും വരുന്നത് കേട്ടോ. കാരണം ഇന്നാണ് എൻ്റെ ഒരു ഇൻട്രോ, നാളെയാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ വീഡിയോ എൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ തിരക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ തിരക്കുള്ള ദിവസമാണെന്ന്. അപ്പം രാവിലെ പിള്ളേർ സ്കൂളിൽ പോകും. അപ്പോൾ അതിനുള്ള അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ജീച്ചാൻ ഇന്ന് ഓഫാണ്. ഇന്ന് ഈ ഫ്രൈഡേ ജീച്ചാൻ ഓഫാണ്. അതുകൊണ്ട് ജീച്ചാനും വീട്ടിലുണ്ട്. കേട്ടോ, ഗുഡ്. You learn from that. ഇത് പഠിച്ചു വെച്ചാൽ നിനക്ക് കട്ടി കിട്ടും. ഓക്കെ, അപ്പം എന്തൊക്കെ പറഞ്ഞോ എന്തോ. ഇന്ന് തമാശയൊന്നുമല്ല. നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം രാവിലെ പിള്ളേർ ആദ്യം ഒന്ന് സ്കൂളിൽ വിടട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ഓരോ വിശാലമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ലാസ്റ്റ് ഇയറിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഓണത്തിനും തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. എന്താ പരിപാടി? അതെ, ഇന്ന് ഫ്രൈഡേ എൻ്റെ ചീറ്റിംഗ് ഡേ. ഇന്ന് ഞാൻ മാച്ചയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾ കൊറിയൻ കടയിൽ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഞാൻ കൊറിയൻ കടയിൽ പോയിട്ട് മാച്ച വാങ്ങിക്കുന്നത് പൊടി. പക്ഷേ ഇത് നമ്മുടെ ലോക്കൽ കടയാണ്. ഇതൊന്ന് വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഫ്രൈഡേയ്സിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകും.
അന്ന് ഞാൻ ഫുഡൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ അതിനുപരി ഇന്ന് എനിക്ക് നേരത്തെ ജോലിയിൽ നിന്ന് ഇറങ്ങുകയും വേണം. ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പം അതിന് പോകണം. ഞാനും മിൽക്കും വാട്ടറും കൂടി ആഡ് ചെയ്താൽ മതി. സ്നേഹം കൂടിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു തന്നെ. എനിക്ക് അത്ര പാൽ വേണ്ട, ഞാൻ സാധാരണ ഇച്ചിരി പാൽ എടുക്കത്തുള്ളൂ. വെള്ളം കൂടി ആഡ് ചെയ്യും. മറ്റേ ബീറ്റർ വെച്ചില്ലേ ഗ്ലാസ്സിൽ പിടിക്കും. മതി. And then you mix with the beef. And since mommy goes to work, she puts a straw topper on her straw so that it doesn't leak. Matcha served. Thank you. Jade Leaf Matcha. Buy now. $5. അതിൻ്റെ ഒരു സിപ്പ് എടുക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നു. ഒരു സിപ്പ് ഇത് ഇങ്ങനെ വെച്ചാൽ അർത്ഥം കൊള്ളാമോ ഇല്ലെന്നോ? Good. ഓക്കെ. It's Anne's show. La la. പറ്റിക്കാണോ? ഓക്കെ. തിരിച്ചുകൊണ്ട് തരത്തില്ല. കൊണ്ട് തരുമോ? ഇങ്ങോട്ട് വാ. കൂട്ടി തരത്തില്ല. എടാ നോക്കിയോടാ. ഇങ്ങോട്ട് വാ. രാവിലെ പട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കുക. സ്കൂളിൽ പോകാൻ റെഡിയായി. ജീച്ചാൻ കൊണ്ടുവിടുക ചെയ്യുന്ന സ്കൂളിൽ. ഇപ്പം അവർ ബസ്സിലൊന്നും ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട്. 8:15 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡിയാണോ? എന്തോ ചെയ്യാൻ റെഡി അല്ലാതെ പഠിക്കടി എന്നെ പിച്ചി സ്റ്റോറി കൺഫ്യൂസ്. ഇത് ഞാൻ എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് ഒരു വെച്ച്. വെരി ഗുഡ്. എടുത്ത് വരത്തില്ല. അങ്ങ് വള്ളി പോയി പറഞ്ഞാൽ മതി എന്നാ പറയുന്നത് മനസ്സിൽ വിചാരിക്കുന്നത്. കേരളേ ബാഗ് തുറന്നിരിക്കുന്നു. ബൈ ഏരൻ. ഞാൻ പോയില്ല. എല്ലാരും പോയി. സങ്കടമാണ്. എല്ലാരും പോയോ? പിള്ളേർ സ്കൂളിൽ പോയി. ജീച്ചാൻ തിരിച്ചു വരും. അവരെ കൊണ്ടുവിട്ടിട്ട് വരും. ജീച്ചാൻ ഇന്ന് ഓഫാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലിയൊക്കെ വന്നു. ഇന്ന് രാവിലെ എണ്ണിട്ട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ജീച്ചാൻ ചില ആൾട്ടർനേറ്റ് ഫ്രൈഡേയ്സിൽ ഓഫാണ്. അപ്പം ഇന്ന് ആ ഒരു ഫ്രൈഡേ ആണ്. സമയം 8 മണിയാവുന്നു. എനിക്ക് 9 മണി കഴിയുമ്പോൾ ഇറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങണം. എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് 2:30 ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിന് ഒരു 2 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റും കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങ് വരും വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് റിഹേഴ്സലിന് പോകേണ്ടത്. പിന്നെ ഞാൻ ഇന്നേ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാതിരുന്നത് കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് നേരത്തെ തുടങ്ങാം. ഞാൻ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഓണത്തിന് കയറിയത്. 1 വർഷം ആ കമ്മിറ്റിയിൽ നിൽക്കണ്ടേ. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് കയറി. അപ്പോൾ ഈ ഓണം പരിപാടിക്ക് ഇറങ്ങുക ചെയ്യുന്നത്. അപ്പം ഞാൻ ട്രസ്റ്റിയായി. എനിക്ക് വലിയ പണിയൊന്നുമില്ല കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെയാണ് പരിപാടി. എന്ന് വെച്ചാൽ ഞാനും ജീച്ചാനും എല്ലാം തിരക്കായിരിക്കും. പിന്നെ ഞങ്ങളുടെ 4 പേരുടെയും പരിപാടികളുണ്ട് നാളെ ഓണത്തിന്. അപ്പം ഞങ്ങളെല്ലാവരും ബിസി ആയിരിക്കും. അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുപ്പിക്കാമെന്ന് വിചാരിക്കാം. എന്തായാലും ഇതെനിക്കൊരു മെമ്മറി ആയിട്ട് വെക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മടിയായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. എന്നാലല്ലേ നമ്മുടെ മടി അങ്ങ് മാറത്തുള്ളൂ. അതുകൊണ്ട്
അപ്പോൾ എന്തായാലും ഒത്തിരി കത്തി അടിക്കുന്നില്ല. ഇനി കുറച്ച് ഗ്ലാസ് പാത്രങ്ങളൊക്കെ കഴിക്കാം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ക്രോസൻറ്റും എഗ്ഗും ഒക്കെ കഴിച്ചത്. ഈസി ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ലഞ്ചിൻ്റെത് കുറേയൊക്കെ ഇരിപ്പുണ്ട് ഉച്ചയ്ക്കൊക്കെ. പക്ഷേ ജീച്ചാൻ എന്തോ കഴിക്കുന്നതെന്ന് അറിയത്തില്ല. ചോറും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇറങ്ങാൻ കയറ്റാനായിട്ട്. ഇപ്പോൾ സ്ക്രാച്ച് തന്നെത്താനെ ഇപ്പം നമ്മുടെ ഡോഗി ഡോർ വഴി ഇറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് രാവിലെ എനിക്കൊന്ന് ഇറക്കി വിട്ടതാണ്. പക്ഷേ എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ആരെങ്കിലും അതിൻ്റെ അകത്തോട്ട് നമ്മൾ അകത്തുണ്ടെന്ന് കാണുവാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും തുറന്നു കൊടുക്കാനായിട്ട്. ഇനി ആരും ഇല്ലെങ്കിൽ തന്നെത്താനെ ഡോഗി ഡോർ വഴിയും കയറുകയും ചെയ്യും. ഇതിപ്പം എന്നെ കണ്ട് അവിടെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കയറി സ്ക്രാച്ച് കയറാൻ ഉദ്ദേശമില്ലേ? അടുത്തത് കയറുന്നില്ലയോ എന്ന് ചോദിക്കുവാണോ സ്നോയ്? ആ പോയി കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും പണി വരും. അന്നൂറ്റി ഉണ്ടാക്കി തന്ന മാച്ച ഫ്രൈഡേസിൽ മാച്ച കുടിക്കുക. ലഞ്ചൊന്നും ഇല്ല, അല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്ക് ചോറൊക്കെ കെട്ടി തരണ്ടേ. ഞാൻ പോവാ ജോലിക്ക്, പോയിട്ട് വരാം. അപ്പോഴേക്ക് ജീച്ചാൻ്റെ ജോലിയൊക്കെ അപ്പോയിൻമെൻ്റ് ഉണ്ട് 2:30. അപ്പോൾ 2 മണിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 3:30 6. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ, പോയിട്ട് വരാം. അപ്പോഴേക്കെല്ലാം റെഡി ആയിട്ട് നിൽക്കുക. എന്നാൽ ഞാൻ പോയിട്ട് വരാം ഗൈസ്. ജീച്ചാൻ്റെ തുണിയെങ്കിലും തേച്ച് വെക്കണം. ഏരൻ്റെ തുണി അവിടെ ഉണ്ട്, അതുകൂടെ തേച്ച് വെച്ചേരാം. ഞാൻ എൻ്റെ ആൻ്റെ എല്ലാം തേച്ചു. അപ്പം ശരി. അങ്ങനെ ജോലി സ്ഥലത്തെത്തി. ഇനിയിപ്പം ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. ബിക്കോസ് ജോലി സ്ഥലത്തെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ജോലി സ്ഥലത്ത് വരുമ്പോൾ 1-4 മിനിറ്റ് ലേറ്റ് ആവുക. എപ്പോഴും നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അങ്ങനെ ജോലി കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാം. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഓടി ചിറങ്ങുമായിരുന്നു. ഇനിയും 2:30 അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ 2:10 ഇവിടുന്ന് ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ ഷടേന്ന് ഇനി അപ്പോയിൻമെൻറ്റിലോട്ട് പോട്ടെ കേട്ടോ. മണി 2:26. 2:30 അപ്പോയിൻമെൻറ്റ്. എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തി. ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ. അപ്പം ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ ജീച്ചാനൊന്നുമില്ല. ജീച്ചാൻ എനിക്കൊന്ന് പിള്ളേരെ വിളിക്കാനായിട്ട് പോയി. പിള്ളേർക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നല്ലോ. പോകുന്ന വഴിക്ക് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് വേണമെന്ന് ചോദിച്ചുകൊണ്ട്. പറഞ്ഞു തംസപ്പ് അടിച്ചു. അപ്പം മിക്കവാറും ഇപ്പോൾ ജീച്ചാൻ ഫുഡ് മേടിച്ചുകൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ജീച്ചാന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉണ്ട്, എന്നെപ്പോലെ തന്നെ വേറൊരാളും കൂടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് 6 മണിയാകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ 5:30 ആകുമ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ചെല്ലണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ അവിടെ എല്ലാവരും കൊണ്ടുവരും. അതൊക്കെ നമ്മുടെ അത്തപ്പൂ ഇടൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ റിയൽ അത്തപ്പൂവല്ല, ഫേക്കായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുറിക്കുക എടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കണം. ഇത് ഞങ്ങളൊരു സ്കൂളിലാണ് പറഞ്ഞേക്കുക. സ്കൂളിലാണ് നമ്മൾ റെൻ്റലിന് എടുത്തേക്കുക. അപ്പോൾ ആ സ്കൂളിൽ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്കിനും നാളത്തേക്കിനും വേണ്ടി നമ്മൾ റെൻറ്റിന് എടുത്തേക്കുക. ഇവരെല്ലാം നൂഡിൽസാണ്, ഞാൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മുടെ റിഹേഴ്സലിന് പോകാനായിട്ട് റെഡിയായി. ഞാനും പിള്ളേരും കൂടി ഒരു വണ്ടി പോവാം. ജീച്ചാനും വീണ്ടും പണി കിട്ടി. ഇപ്പം ജോലിയില്ല. ഇപ്പം ജീച്ചാൻ ലേറ്റായിട്ട് വേറെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പോൾ ഓൾറെഡി 5:40. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞങ്ങളെല്ലാം റെഡിയായി. ഡാഡി എന്ത് ചെയ്യേ? He has work, so he's gonna come later. അങ്ങനെ ഞങ്ങളെത്തി. ഇറങ്ങുക. ആദ്യം ഒന്ന് ചുറ്റിച്ചായിരുന്നു. ഇവിടെ എല്ലാം പണി നടക്കുമോ സ്കൂളിൽ, അതുകൊണ്ട് ഒന്ന് കറങ്ങി.
ഗായത്രി VNS ഇങ്ങനെ ഫയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാവരും പണിയാണ് ഇവിടെ. നല്ല തിക്കിട്ടോടോ, ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട്. ആരിച്ച പണി നടക്കുകയാണ് ഇവിടെ എല്ലാവരും. ഒരു പണിയും ചെയ്യാതെ നടക്കുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ഓടി നടക്കുന്നു. എല്ലാവരും തിരക്കാം. ചുമ്മാ ബോക്സ് നോക്കിയാണ് നടക്കുക. ഹലോ, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റിഹേഴ്സലെല്ലാം? എനിക്കറിയത്തില്ല. എൻ്റെ ഒന്നിനും സമയം തികഞ്ഞില്ല. അവസാനം ഓട്ടപ്രദർശനമായിരുന്നു. കണ്ട ഒരു കോഫി ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം തലവേദന, ഇത്രയും ഭാഗം നല്ല തലവേദന. രാവിലെ തുടങ്ങിയതല്ലേ പരിപാടി. ജീച്ചാൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു തലവേദന. കുറേ പരിപാടികളുണ്ടായിരുന്നു ചെയ്യാൻ. അവസാനം ഓട്ടുപാച്ചിലായിരുന്നു. അങ്ങനെ അല്ല, ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യമല്ല. അപ്പം തിരുവാതിര പഠിക്കുന്നത്, നമ്മൾ ഡെക്കറേഷൻ്റെത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ബാബയുടെ നമ്മുടെ ഡെക്കറേഷൻ അല്ലേ. ആ തിരുവാതിര കളിച്ചിട്ട് ഫുൾ തെറ്റിക്കൊക്കെ ആയിരുന്നു എല്ലാവരും. അങ്ങനെ എന്തായാലും ഇനിയും അത് നല്ലോണം രാത്രി ഇനി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് പരിപാടികൾ കിടപ്പുണ്ട്. ജീച്ചാൻ പോയണം. വേറെ കുറച്ച് കാര്യം ജീച്ചാൻ തുണി ഏൽപ്പിച്ചതാ ഇന്ന് തേക്കാനായിട്ട്. അതിലും പെൻഡിങ് ഇട്ടിട്ടുണ്ട് തേക്കാനായിട്ട്. ജോലിയുണ്ടെന്ന് പറഞ്ഞ് അതും ചെയ്തിട്ടില്ല. അത് കിടപ്പുണ്ട്. എല്ലാം എടുത്തു വെക്കണം ഓർത്ത്. സോ മെനി തിങ്സ്. അതെ, എനിവേ ആദ്യം ഹോപ്പ്ഫുള്ളി ഈ കോഫി കുടിച്ചാൽ എൻ്റെ തലവേദനയ്ക്ക് ഇച്ചിരി ശമനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ജീച്ചാനാണ് കോഫി വേണമെന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ജീച്ചാന് കോഫി കുടിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ കോഫി എനിക്കൂടെ കുറച്ച് ഞാൻ എടുക്കുക. അപ്പം ശരി, നമുക്ക് ഇനിയിപ്പം ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പം നമുക്ക് നാളെ കാണാം. ഇന്നത്തേലും അതിനൊന്നും ഇല്ലല്ലോ. ഇന്ന് ആനാണ് എനിക്ക് കുറേയൊക്കെ വീഡിയോകൾ എടുത്തു തന്നത്. പക്ഷെ അതിപ്പോൾ എങ്ങനെയൊക്കെയാണ് അല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. ഓക്കെ, നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നാണ് August 23. ഇന്നാണ് നമ്മുടെ ഓണം പരിപാടി. അങ്ങനെ രാവിലെ എണ്ണീറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും രാവിലെ അല്ല, ഒരു 6 മണി കഴിഞ്ഞപ്പോൾ എണ്ണീറ്റായിരുന്നു. 10:30 ആകുമ്പം കമ്മിറ്റി മെമ്പേഴ്സൊക്കെ അവിടെ എത്തണം. അപ്പം പ്രോഗ്രാം തുടങ്ങുന്നത് 11 മണിക്കാണ്. 11 മണി തൊട്ട് 4 മണി വരെയാണ് പ്രോഗ്രാം. പിന്നെ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇന്നലെ അങ്ങോട്ട് എന്തോ ഒരു ടയേർഡായതുകൊണ്ട് രാവിലെ ജോലി എല്ലാവരും കഴിഞ്ഞിട്ട് വന്ന് ലൈക്ക് ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ്. 9 മണി വരെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂള് ഇന്നലെ പറഞ്ഞിരുന്നത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ റഷായിട്ട് കളിച്ചിട്ടാണോ എന്തോ തിരുവാതിരയൊക്കെ കളിച്ചിട്ട് അങ്ങോട്ട് ശരിയായിട്ടില്ലായിരുന്നു. ജീച്ചാനുണ്ട് കേട്ടോ ഡാൻസ് കളിച്ചു. പക്ഷേ ജീച്ചാൻ്റെ ഡാൻസ് ഇതുവരെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും നല്ലോണം സ്റ്റേജിൽ വെച്ചായിരിക്കും കാണുക. ജീച്ചാൻ പ്രാക്ടീസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സദ്യ അവിടെയുണ്ട്. അതുകൂടാതെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ചായയും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സിൽ ഓരോരുത്തരാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ചായയാണ്. അപ്പോൾ അതും രാവിലെ പോകുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കിക്കൊണ്ട് വേണം പോകാൻ. അപ്പോൾ 10 മണിക്ക് മുന്നേ അതും ഉണ്ടാക്കണം. ഇപ്പം തിരുവാതിരക്കാർ, ഞാനൊക്കെ തിരുവാതിരയുടെ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ആനും ബാക്കിയുള്ളവരുടെയൊക്കെ ഡ്രസ്സ് അവിടെ ചെന്നിട്ട് മാറ്റും. ഞാൻ ഇന്നിപ്പോൾ ക്യാമറയിൽ നോക്കിയപ്പോഴാണ് മാലയും കമ്മലും ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് വിയേർഡ് ലുക്കായിരിക്കും. അതങ്ങ് ക്ഷമിച്ചു തരാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയാ? ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് രണ്ടുപേരും കിടന്ന് ഉറങ്ങിയത്. ജീച്ചാൻ എപ്പോഴും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ വരുത്തണം. എന്താ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ ചായ ഉണ്ടാക്കുന്ന മൊത്തം ജീച്ചാനാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ടൈമിലെല്ലാം ഞാൻ ചായ എടുക്കാം. ഞാൻ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഞാൻ ജീച്ചാനെ കൊണ്ടുണ്ടാക്കി. ഈ പഞ്ചസാര എങ്ങനെ കൊണ്ടുവന്നു?
പഞ്ചസാര ഞാൻ സിപ്പ് ലോക്ക് ബാഗിൽ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക്. പക്ഷേ എനിക്കൊരു സ്വപ്നയും കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഫ്ലാസ്കിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ റെഡിയായി കേട്ടോ. ഓട്ടമായിരുന്നു. എന്തായാലും ഇതാണ് ലുക്ക്. ഞാൻ ഓൾറെഡി താമസിച്ചു. ഇനിയിപ്പം ജീച്ചാൻ വേറെ വണ്ടിയിൽ ഞാനും പിള്ളേരും അങ്ങ് പോവാം. ഇപ്പോൾ ഓൾറെഡി 10:30 കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. റെഡി? ഏരൻ്റെ ഔട്ട്ഫിറ്റ് നോക്കട്ടെ ഏരൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തി. ഞങ്ങൾ താമസിച്ചു. ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച ഡെക്കറേഷൻസൊക്കെ ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല, കാരണം ധൃതിയായിപ്പോയി. അല്ലേ, ഇന്നലെ പിന്നെ അത്തപ്പൂവിലൊന്നും തൊടാതിരിക്കാനായിട്ട്, അറിയാതെ ഒന്നും ചവിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ടേബിളൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഞങ്ങളല്ല, ഇവിടെ എല്ലാവരും ഇട്ടിട്ട് പോയി. നല്ല അടിപൊളി ഡെക്കറേഷൻ. ഹാപ്പി ആണോ? ഒറ്റയ്ക്കുള്ള വീഡിയോ ഒക്കെ എടുക്കുക, ഫോട്ടോ ഒക്കെ എടുക്കുക എൻ്റെ ചേച്ചായ ക്യാമറയായിട്ട്. കഴിച്ചിട്ട് ഡ്രസ്സ് എടുത്തു. ചോറ് കിട്ടിയില്ലയോ? സ്വപ്ന വീഡിയോ കൊണ്ട് നടക്കാണ്. എനിക്കൊന്നും മീശ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ട മഹാരാജാവ് എത്തിയിട്ടുണ്ട്, നരനും എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ചുവടും ഭൂമിയും മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തി. വേണ്ട ആൻഡ് ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? അങ്ങനെ എല്ലാം കാലിയാക്കി വേണ്ടി ഇറങ്ങും. അറിയാം, പറഞ്ഞായിരുന്നു. ഞങ്ങളാണ് സ്കൂളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന അംഗങ്ങൾ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. കുറച്ചു നേരമായി വീട്ടിൽ എത്തിയിട്ട്. പിന്നെ ഇങ്ങനെ വീഡിയോസുകൾ ജീജാൻ എടുത്തതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഫോൺ കോളും അങ്ങനെ ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. പണികളൊക്കെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ തന്നെ. അതുകൊണ്ട് സിങ്ക് നിറച്ച് പാത്രം കിടപ്പുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കിയതിൻ്റെയും പാത്രവും എല്ലാം കിടപ്പുണ്ട്. ഇനി അതെല്ലാം വൃത്തിയാക്കണം. ഇനി ആദ്യം ഈ രൂപത്തിൽ നിന്ന് സാധാ രൂപത്തിലോട്ടൊന്ന് മാറണം. അപ്പം 2 ദിവസത്തെ വീഡിയോ എടുത്തത് എത്രയൊക്കെ എടുത്തു എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റിയ അവസരത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി എടുത്തതൊക്കെ ശരിയായിട്ടാണോ, ഇടാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആണോ അല്ലേന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതെല്ലാം നോക്കി വീഡിയോ ഇടാം. പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനെ ഇച്ചിരി തിരക്കുള്ള ഇതായിരുന്നു. കാരണം നമുക്ക് കുറേ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഞങ്ങളുടെ 4 പേരുടെയും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പ്രോഗ്രാം കാണാൻ പറ്റുന്നതിലുപരി ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങുക,
കറക്കിന് ഇറങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ധൃതികളൊക്കെ ആയിരുന്നു. പിന്നെ അതുപരി പിന്നെ ജീച്ചാൻ്റെ ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിന്നൊക്കെ ഹോപ്പ്ഫുള്ളി എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു. പരിപാടിയൊക്കെ നല്ലതായിരുന്നു, നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി പുതിയ കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റിക്കാർക്ക് കൊടുത്തു പുതിയ കമ്മിറ്റി. അതിനെയും അതിൻ്റെ ഹാൻഡ് ഓവറൊക്കെ നമുക്കിനി വേറെ ദിവസമായിരിക്കും. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും ഞങ്ങളുടെ ഒരു ചെറിയ ഓണപ്പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനിയിപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. ഓരോരുത്തരും ഓരോ വഴിയിലാണ്, അതുകൊണ്ട് ഞാൻ മാത്രമായിട്ട് വന്നങ്ങ് എൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. അപ്പം ബൈ.